എന്നിട്ട് ഡോക്ടറെ കൊണ്ടുവന്ന? പിന്നെ കൊണ്ടുവരാതെ പറ്റുമോ? അയാളുടെ കൺസൾട്ടിംഗ് ഫീസും കാർ ചാർജും മരുന്നും ഒക്കെ ആയിട്ട് ഒരു 300 രൂപ മാറി കിട്ടി. അപ്പൊ മാളുവമ്മ പോയതിലുള്ള മിച്ച ബഡ്ജറ്റ് ക്ലീൻ ഔട്ട് അല്ലേ? എനിക്കിപ്പോ അതല്ല സങ്കടം. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിനിമ കാണിക്കാമെന്ന് രാധയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൽക്കാലം ആ പദ്ധതി നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല. അത് ശരിയല്ല. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എടോ, ഇതൊക്കെ അങ്ങനെ കിടക്കും. എല്ലാം ശരിയായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച അത് വലിയ വിഡ്ഢിത്ത. അല്ല, ഒരു കണക്കിന് ഇതൊക്കെ തന്നെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഏതായാലും ഇതിന്റെ പേരിൽ സിനിമാ പ്രോഗ്രാം മുടക്കണ്ട. 100-100 ആണെങ്കിൽ ഞാൻ തരാം. അമ്മേ, നമ്മൾ ഏത് സിനിമ കാണാനാ പോണേ? മോളൂട്ടിക്ക് ഏത് സിനിമയാ കാണണ്ടേ? ടോമിന്റെയും ജെറിയുടെയും. നല്ല തമാശന്ന് ആനിമോളും നിഷമോളും പറഞ്ഞത്. അവര് ടിവിയിൽ കാണാറുണ്ട് അത്ര. അത് കൊച്ചു പടമല്ലേ, നമ്മള് വലിയ പടമാ കാണാൻ പോന്നെ. വാ. വേണ്ട, എനിക്ക് അച്ഛൻ ചെയ്ത് തന്നാ മതി. അച്ഛാ. എന്താ മോളെ? അച്ഛൻ ചെയ്ത് കൊടുത്താലേ ചിങ്കാരിക്ക് തൃപ്തിയാകത്തുള്ളൂന്ന്. ആ, തന്റെ ഈ പട്ടിക്കാരൻ സ്റ്റൈലൊന്നും മോക്ക് പിടിക്കില്ല അല്ലേ മോളെ? അമ്മ ഇങ്ങനെ നടുക്കൂടെ വരിട്ടാ ചെയ്യണേ. വിവരം വേണ്ടേ? പോറായ മോളെ. അമ്മ എങ്ങോട്ടാ? നമ്മൾ സിനിമയ്ക്കല്ലേ പോണത്? അല്ല, അമ്മ ഇങ്ങനെ സുഖമില്ലാതിരിക്കുമ്പോഴേ? എനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ ഡാക്ടർ കൊമ്പും കുഴലൊക്കെ വെച്ച് നോക്കിയപ്പോ ഗ്യാസ് അങ്ങോട്ട് പിടിവിട്ടു. പിന്നെ രാത്രി ഒരു 10-10:30 ആവുമ്പോ ഒരു ഉരുണ്ട് കയറ്റം വരും. അതിനു മുമ്പ് നമ്മളിങ്ങോട്ട് പോരില്ലേ? ഇതിപ്പോ പൂച്ചയെ വളർത്തിയ സന്യാസിയുടെ കഥ പറഞ്ഞ പോലെയായി. സന്യാസിയുടെ കഥയുള്ള സിനിമയാ. അപ്പൊ നല്ല ഭക്തിയുള്ള പാട്ടുകൾ ഉണ്ടാവും. എന്നനി വൈകിക്കണ്ട. തുടക്കം മുതൽ കണ്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. വാ. കൊച്ചുമോൾ അമ്മൂമ്മയുടെ കൂടെ വാ. എങ്ങോട്ടാ? സിനിമയ്ക്ക് പോവാ. ഏത് സിനിമയ്ക്കാ? സർഗം. എന്നാ കേറിക്കോ, ഞങ്ങൾ അങ്ങോട്ടാ. അല്ല, ഞങ്ങൾക്കിടയ്ക്ക് വേറൊരിടത്ത് കയറാനുണ്ട്. എന്നാ വരട്ടെ. ആ ശരി. എന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു മാരുതി കാറിൽ കയറണമെന്ന്. വാ. അത് കയറി പോയിരുന്നെങ്കിൽ ബസ് കൂലി ലാഭിക്കായിരുന്നില്ലേ? ഇതാ തനിക്ക് ബുദ്ധിയില്ല എന്ന് പറയണത്. അവര് സിനിമയ്ക്ക് 12 രൂപയുടെ ടിക്കറ്റിലേ എടുക്കൂ. അപ്പൊ ആദ്യം കുറഞ്ഞ ടിക്കറ്റിൽ നമുക്കിരുന്ന് കാണാൻ പറ്റൂ. ഇനി ഒരു സന്മനസ്സുകൊണ്ട് അവര് നമുക്കും കൂടി ടിക്കറ്റ് എടുത്തു തരുന്നു എന്ന് വെക്കാം. അപ്പോ അവർക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും ചെലവ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ഇന്റർവെൽ ആകുമ്പോ നമ്മൾ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു. വല്ല തോംസപ്പോ ഗോൾഡ് സ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും. അത് ഒരെണ്ണത്തിന്റെ വില എന്താണെന്ന് അറിയോ? ഒരു 6 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 6 6 12. പിള്ളേർക്ക് ഓരോ ഐസ്ക്രീം 5 രൂപ വെച്ച് 10 രൂപ. അപ്പൊ 12 10 22. ഇനി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ നമ്മളും എന്തെങ്കിലും കഴിക്കാതിരിക്കുന്ന മോശമല്ലേ? നമ്മളും ഡ്രിങ്ക്സ് കഴിക്കുന്നു. 3 6 18. 22 18 40. നമ്മുടെ മോളൂട്ടിക്ക് ഒരു ഐസ്ക്രീം 5 രൂപ. അങ്ങനെ എല്ലാം കൂടി 45 രൂപ. ഇനി നമ്മൾ മാത്രം പോയാൽ 6 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടാ മതി. 3 6 18. മോളൂട്ടിക്ക് ഒരു പാക്കറ്റ് കപ്പലണ്ടി. അങ്ങനെ 18 2 20. ബസ് കൂലി 4.80. അങ്ങനെ എല്ലാം കൂടി 24.80 നമ്മുടെ സിനിമാ പ്രോഗ്രാം ക്ലീൻ. ഇങ്ങനെ കണക്കൂട്ടല്ലേ? കേട്ടിട്ടെന്റെ തല പുകയുന്നു. ഒന്ന് വേഗം വാ, ചെല്ലുമ്പോഴേക്ക് സിനിമ തുടങ്ങും. വാ. സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ എത്തിയപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഹൗസ്ഫുൾ. ഞങ്ങളുടെ അയൽവാസിയുടെ കാറ് അതിനകത്ത് കിടക്കുന്നോടി കണ്ടപ്പോ ശേഷായി. ആ തള്ള എന്നെ ഒരു നോട്ടം നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചുപോയി. അപ്പൊ മൊത്തം ലാഭമായി. എന്ത് ലാഭം? അതിന്റെ ചമ്മല് മാറ്റാൻ പാർക്കിൽ കയറി. സാറ് തന്ന കാശ് ക്ലീൻ. സാറിനെ തിരക്കി ഒരു ദാക്ഷായണി വന്നിട്ടുണ്ട്. എവിടെ? അവിടെ പീതാംബരമായിട്ട് അംഗം വെട്ടുക. എന്റെ ചേച്ചിയാ. പറ്റില്ല എന്ന് പറയാ. നീ ആരാടാ? ഞാൻ ആരാണെന്ന് ആ വഴിയേ മനസ്സിലായിക്കൊള്ളു. ഓ, അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഒരു വിസിറ്റേഴ്സ് സ്ലിപ്പ് മേടിച്ചോണ്ട് വരും. ഇത് കോർപ്പറേഷനാണ്, അല്ലാതെ മത്തിച്ചന്തയൊന്നും അല്ല. തോന്നിയതുപോലെ അങ്ങോട്ട് ഇടിച്ചു കയറാം. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതിനേക്കാൾ വലിയ ഓഫീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ. ഉണ്ണികൃഷ്ണനെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? വാസ്തവം പറഞ്ഞാല് നിങ്ങൾ ഒരു വാസ്തവം പറയണ്ട. എന്റെ ഉണ്ണികൃഷ്ണന്റെ ഓഫീസ് കാണാൻ പാടില്ലെന്ന് പറയും. ഇവൻ ആരാണെന്ന് എനിക്കാൻ അറിയണം. എന്തോ നിങ്ങളുടെ ഉണ്ണികൃഷ്ണന്റെ ആഫീസ്? പിന്നെ നിന്റെ ഉണ്ണികൃഷ്ണനോ? കോർപ്പറേഷന്റെ ആഫീസാ. വെറുതെ നീ ഉണ്ണികൃഷ്ണ, നിന്നെ കാണാനൊന്നും അകത്തേക്ക് വിടാൻ പറഞ്ഞിട്ട് ഈ അധ്യക്ഷൻ സമ്മതിക്കുന്നില്ലടാ. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ പോടാ. കോട്ടെ പീതാംബര, എന്റെ ചേച്ചിയാ. നീ പോടാ അവിടുന്ന്. ചേച്ചി എന്താ വന്നത്? നിന്നെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാനാ.
അതിന് വീട്ടിൽ വന്നാ പോരായിരുന്നോ? അതിന് നിന്റെ പഴയ അഡ്രസ് ഉള്ള വീട്ടിൽ ചെന്നപ്പോ അവിടുന്ന് വീട് മാറിയെന്ന് പറഞ്ഞു. ഇപ്പൊ എവിടാ താമസിക്കുന്നത്? കുറച്ച് ദൂരെയാ. എന്നാ വാ പോ. ഞാനിപ്പോ ഡ്യൂട്ടിയിലയച്ചി. എന്ത് ഡ്യൂട്ടിയിലായാലും നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. വാ. എന്നാ നിങ്ങൾ ഇവിടെ ഒരു മിനിറ്റ് നിൽക്ക്. ഞാൻ ജേക്കബ് സാറിനോട് പോയി പറഞ്ഞിട്ട് ഇപ്പൊ വരാം. വേഗം വരണം. ദാക്ഷായണി കരയല്ലേ, മുഖത്ത് കൺമഷി പടരും. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എന്റെ വിഷമം എനിക്കല്ലേ അറിയാവൂ. വിഷമുണ്ടാവേ. വാസ്തവം പറഞ്ഞാല് നിന്റെ കാര്യം പറഞ്ഞ് ഇയാൾ കരയാത്ത ദിവസങ്ങളില്ല. ചേച്ചിയെ മറന്നിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ അങ്ങോട്ട് വരാത്തത്. നാട്ടിൽ വന്നിട്ട് തറവാട്ടിൽ കയറാതെ പോന്നു എന്നറിഞ്ഞാൽ അമ്മയും ഗീതയും വിഷമിക്കും. വെറുതെ എന്തിനാ? അമ്മ നിന്നെ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഈ തൊഴിലിട്ട് നിന്നെ വളർത്തിയത് ഞാനാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അച്ഛനും ചേട്ടനും ഒക്കെ നിന്നെ കല്യാണത്തിന് എതിർത്തപ്പോഴും ഞാൻ വലിയ ഇഷ്ടക്കേടും കാണിച്ചോ? അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. സ്വന്തം തറവാട്ടിലെ അരക്കാരത്തിയുടെ മകളെ മകൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? അതെ, അലക്കുകാരിയുടെ മകളെ കല്യാണം കഴിച്ചാലേ ആ കാശ് ഇടിഞ്ഞു വീഴോ? അമ്മേ, അയ്യോ നാണത്തല്ലേ, ഞങ്ങൾക്കത് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അച്ഛന്റെ കാര്യമാണ്. ഒക്കെ നമുക്ക് സമാധാനമായിട്ട് പറയാം. ചേച്ചി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. രാധിയെ ഒരു സാരി അയ്യോ കൊടുക്ക്. ഞങ്ങള് നിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ ഇന്ന് തന്നെ തിരിച്ചു പോകാനോ? വാസ്തവം പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ല. പശുക്കൾ എന്നെ കണ്ടില്ലെങ്കിൽ കരഞ്ഞ് കയറ് പൊട്ടി. അതന്നെ. അല്ലാതെ ഇവിടെ നിൽക്കാൻ അയത്തുണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും ചായ കൂടി കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി. അതിയെ നീ അമ്മയും കുട്ടി അടുക്കളയിൽ ചെന്ന് ഇത്തിരി ചായ അയ്യോ ഉണ്ടാക്കാം. ഒന്നും വേണ്ട നാത്തൂനെ, ഇപ്പൊ ഒന്നും എടുക്കണ്ട. തറവാട് ഭാവം വെക്കുന്ന കാര്യം അറിഞ്ഞപ്പോ എന്റെ ചങ്ക് അലച്ചു പോയി. ഉണ്ണിക്ക് ഒന്നും കൊടുക്കാതെ ഒപ്പിക്കാൻ അച്ഛന്റെ സുധാകരന്റെ ആലോചന എന്നറിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. വന്ന് വിവരം പറഞ്ഞ് കയ്യോട് ഉണ്ണിയും കൂട്ടിക്കൊണ്ട് പോവാന്ന് വെച്ച് വന്നതാ. അല്ല, ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്തിരി വെള്ളം പോലും കുടിക്കാതെ. നിർബന്ധമാണെങ്കിൽ ഇനി വരുമ്പോഴാകാം. അല്ലാതെ ഉണ്ണിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാനുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല, ധൃതിയുള്ളതുകൊണ്ടാണ്. അതെ, ഞാനില്ലേ ചേച്ചി, എവളുടെ കയ്യും പിടിച്ച് പടിയിറങ്ങി പോരുമ്പോ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. വേണ്ട, തറവാട്ട് വകയൊന്നും എനിക്ക് വേണ്ട. ആ അങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ? നിനക്ക് വേണ്ടെങ്കിൽ വാങ്ങിച്ച് ചേച്ചിക്ക് തന്നേക്ക്. ദേ, അല്ലെങ്കിൽ അച്ഛനെ മണിയടിച്ച് തറവാടടക്കം സുധാകരൻ കൊണ്ടുപോകും. ഒക്കെ ഏട്ടനെടുത്തോട്ടെ, എനിക്ക് പരാതിയൊന്നുമില്ല. സുധാകരന് ആവശ്യമുള്ളത് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്തിനാ നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് അവന്റെ ഭാര്യ വീട്ടുകാരെ തീറ്റിക്കുന്നത്? വാസ്തവം പറഞ്ഞാൽ തറവാടിന്റെ അവകാശം ഉണ്ണിക്കുള്ളതല്ലേ? അതന്നെ. നീ അവിടെ വന്ന് ഒരക്ഷരം പറയണ്ട. പറയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നാട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് വിറ്റിട്ട് ഇവിടെ എവിടെങ്കിലും ഒരു വീട് വെച്ചുവിടെ നിനക്ക്, അല്ലേ? അതെ. ദേ, നീ ഒരാളായിട്ട് എന്റെ കൂടെ വന്നാ മതി. വെറുതെ ആർക്കും ഇല്ലാതെ കളയുന്ന എന്തിനാ എന്റെ മോനെ? ആയിരത്തി 1992 സെപ്റ്റംബർ മാസം 11 പനച്ചിക്കാട്ട് പഞ്ചായത്തിൽ കിള്ളിക്കാട്ട് താലൂക്കിൽ പൊന്നാരൻതോട്ടത്ത് മാധവമേനോൻ 58 വയസ്സ് രണ്ടാം കക്ഷിയായും രണ്ടാം കക്ഷിയുടെ ഭാര്യ സരസ്വതി അമ്മ 48 വയസ്സ് മൂന്നാം കക്ഷിയായും രണ്ടാം കക്ഷിയുടെയും മൂന്നാം കക്ഷിയുടെയും ഇളയ പുത്രി ഗീത 18 വയസ്സ് നാലാം കക്ഷിയായും രണ്ടാം കക്ഷിയുടെയും മൂന്നാം കക്ഷിയുടെയും കനിഷ്ഠപുത്രനും ഒന്നാം കക്ഷിയുമായ സുധാകരമേനോൻ 35 വയസ്സു പേർക്ക് എഴുതി കൊടുത്ത ഇഷ്ടദാന ആധാരം. ഇന്നേ തീയതി മുതൽ ഒന്നാം കക്ഷി സുധാകരമേനോന് സർവാധികാരമുള്ളതും ഇഷ്ടം പോലെ വിനിയോഗം ചെയ്യാനും ക്രയവിക്രയം നടത്താനും അവകാശപ്പെട്ടതുമാകുന്നു. ഓ പിന്നെ അങ്ങനെ എല്ലാം കൂടെ സുധാകരമേനോൻ മാത്രം അങ്ങ് അനുഭവിച്ചാ പോരല്ലോ. ദാക്ഷായിനി, അതെ, ദാക്ഷായണി തന്നെയാ. നിനക്ക് തരാനുള്ളത് കണക്ക് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കൈപ്പറ്റിയതല്ലേ? ഇനി ഇതില് നീ ഇടപെടണം. ഇടപെടും. എന്റെ കാര്യത്തിലല്ല, സുധാകരൻ മാത്രമല്ലല്ലോ അച്ഛനും മകനായിട്ട്. എടാ ഉണ്ണികൃഷ്ണ, നീ ധൈര്യമായിട്ട് നീ കയറി വേടാ. ഇനി ഒരടി മുന്നോട്ട് വെച്ചു പോരുത്. എനിക്കിങ്ങനെ ഒരു മകനില്ല. വെളുത്തടച്ച് പെണ്ണിന്റെ കയ്യും പിടിച്ച് പടിയിറങ്ങി പോയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കണം. നാണല്ലടാ നിനക്ക്? ഒന്നും പറയണ്ട. എന്റെ ഭാഗത്തുനിന്നുള്ള 50 സെന്റ് ഉണ്ണിക്ക് ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കാല് കുത്താൻ ഒരു തൊണ്ട് ഭൂമി പോലും ഞാൻ അവന് കൊടുക്കില്ല. ഇറങ്ങി പോകാൻ പുറത്ത്. അവനെ ഇങ്ങനെ ആട്ടിയിറക്കരുത്. വയസ്സുകാലത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടുക എന്ന് എങ്ങനെയാ പറയാ? ഇവന്റെ പെമ്പർനോത്തിയുടെയും കൈകൊണ്ട് വെള്ളം കുടിക്കേണ്ടി വരുന്ന അന്ന്
ഞാൻ ഉമിനീര് ഇറക്കാതെ ആത്മഹത്യ ചെയ്യും. അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? ഇനി എന്താ നോക്കി നിൽക്കണേ? ഇറങ്ങി പോടാ പുറത്ത്. സുധാര, ഉണ്ണീഷ, നീ പോവാണോ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എനിക്ക് വേണ്ടി ചേച്ചി അച്ഛനോട് വഴക്കുണ്ട്. ഇറങ്ങട്ടെ. ഉണ്ണി, മോനെ, എത്ര നാളാണ് നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. ഏയ്, അമ്മയ്ക്ക് തോന്നണത്. അല്ല, കൊച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. രാധികയ്ക്കും കുഞ്ഞിനും സുഖമാണോ? ആ, എന്താണ് മോളെ പേര്? പ്രീതി. ആരെപ്പോലെ ഇരിക്കണേ? അമ്മയെ പോലെ. അതിനെ ഒന്ന് കയ്യിലെടുത്ത് താലോലിക്കാൻ എനിക്ക് ഭാഗ്യമല്ലാതെ പോയല്ലോ ദൈവമേ. അച്ഛൻ പറയുന്ന ഒന്നും കാര്യാക്കണ്ട. അമ്മയുടെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഒരു കിടപ്പാടുണ്ടാക്കാനുള്ള ഭൂമിയെങ്കിലും നിനക്ക് തനിക്കായിരിക്കില്ല. എനിക്കൊന്നും വേണ്ടമ്മേ, അതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. ചേച്ചിയുടെ നിർബന്ധം സഹിക്കാതായപ്പോ കൂടെ പോകുന്നേ ഉള്ളൂ. അത് മതി എനിക്ക്. ഒക്കോൾ, അച്ഛൻ അന്വേഷിക്കണ്ടാവും. വെറുതെ ദേഷ്യം കൂട്ടണ്ട. ഇങ്ങനെയൊക്കെ കാണാനും കേൾക്കാനും പോയ ജന്മത്തിൽ എന്ത് പാവാ ഭഗവാനെ ഞാൻ ചെയ്തത്.